ബി.ജെ.പി. ദേലമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരപ്പയിലെ വനം വകുപ്പ് തടി ഡിപ്പോയിലേക്ക് പ്രകടനവും ധർണയും നടത്തി. വന്യജീവി ശല്യം രൂക്ഷമായ ദേലമ്പാടി പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. സൗരോർജ്ജ വേലിയും വഴിവിളക്കുകളും മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഒരുക്കി വന്യജീവി ശല്യം രൂക്ഷമായ ദേലമ്പാടി പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ബി.ജെ.പി. കാസർഗോഡ് ജില്ലാധ്യക്ഷ ML അശ്വിനി ആവശ്യപ്പെട്ടു. ബി.ജെ.പി. ദേലമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരപ്പയിലെ വനം വകുപ്പ് തടി ഡിപ്പോയിലേക്ക് നടത്തിയ പ്രകടനവും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ML അശ്വിനി. വന്യജീവികളുടെ ആക്രമണത്തിൽ കൃഷിനാശമുണ്ടാകുമ്പോൾ തുച്ഛമായ നഷ്ടപരിഹാരമാണ് നൽകുന്നത്. അത് ലഭിക്കാൻ തന്നെ വലിയ കാലതാമസവും ഉണ്ടാകുന്നുണ്ട്. സ്ഥലം MLA ഉദുമ നിയോജക മണ്ഡലത്തിലെ വന്യജീവി ആക്രമണമുണ്ടാകുന്ന പ്രദേശങ്ങൾ സന്ദർശിക്കാൻ തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. ಯಾವ ಸುಖ ಸಂಪತ್ತಿಗೋಸ್ಕರ ಆಚರಣೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅಂತ ಹೇಳಿ ನಾನು ಇಲ್ಲಿ ಕೇಳುವಂತದ್ದು. ನಮ್ಮ ಊರಿನ ಆಧಾರ ಅಂತ ಹೇಳಿದ್ರೆ ಕೃಷಿಕರಿಗೆ ಇಲ್ಲಿ ಯಾವುದೇ ರೀತಿಯ ಸಂರಕ್ಷಣೆ ಸಿಗ್ತಾ ಇಲ್ಲ. ಕೃಷಿಕರು ಬೆಳೆದಂತಹ ಕೃಷಿಗಳೆಲ್ಲ ನಾಶ ಆಗ್ತಾ ಇದೆ. ಇದನ್ನ ನೋಡ್ಲಿಕ್ಕೆ ಇಲ್ಲಿ ಬಂದು ನೋಡ್ಲಿಕ್ಕೆ ಒಂದೇ ಒಂದು ಗಳಿಗೆ ನಿಮ್ಮಲ್ಲಿ ಪುರ್ಸೊತ್ತಿಲ್ಲ. ಆ ಒಂದು ಸಮಯವನ್ನು ಇಲ್ಲಿ ಕೊಡಬೇಕಾದ ಸಮಯವನ್ನು ನೀವು ಏನು ಸೆಲೆಬ್ರೇಷನ್ ಅಂತ ಮಾಡ್ತಾ ಇದ್ದೀರಿ, ನಿಮ್ಮ ಸೆಲೆಬ್ರೇಷನ್ಗಳೆಲ್ಲ ಮುಗ್ದಿದ್ರೆ ಒಂದು ಬಾರಿ ಇಲ್ಲಿ ಅಧಿಕಾರಿಗಳು ಬಂದು ನೋಡ್ಬೇಕು ಅಂತ ಹೇಳಿ ನಾನು ನಿಮ್ಮಲ್ಲಿ ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದೇನೆ. ಪ್ರತಿನಿತ್ಯ ಇಲ್ಲಿ ಕಾಡು ಆನೆ, ಅದೇ ರೀತಿ ಕೋಣ, ಹಂದಿಗಳಾಗಿರ್ಬೋದು ಅಥವಾ ಕೋತಿಗಳಾಗಿರ್ಬೋದು, ಮಂಗಗಳಾಗಿರ್ಬೋದು ಇಲ್ಲಿ ಬಂದು ಬೇರೆ ಬೇರೆ ರೀತಿಯಲ್ಲಿ ಎಲ್ಲರೂ ಕೂಡ ಉಪದ್ರ ಮಾಡ್ತಾ ಇದೆ. ദേലമ്പാടി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ഉമേഷ് ഗൌഡ അധ്യക്ഷത വഹിച്ചു. മുളിയാർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് പള്ളഞ്ചി, ചന്ദ്രശേഖരൻ, ശിവരാമ, ഉദയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.